യേശുവേ ആരാധന. ശുദ്ധ ലെവ്യ 11:45. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. ഇതാണ് ഉടമ്പടിയുടെ ഫസ്റ്റ് ഫോർമാറ്റ്. 11:45. നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. ഏത് ഫറവോയാണെന്ന് പറഞ്ഞാൽ എക്കാലത്തും ഫറവോമാരുണ്ടാകും, ഒരു സംശയമില്ല. സഭയ്ക്കും എന്തുമാത്രം ഫറവോമാരാണുള്ളത് എല്ലാ കാലത്തും. ചില ഫറവോമാർ പറയും ഞായറാഴ്ച കുർബാനയ്ക്ക് പറയാൻ ലഹരി മോചന ക്ലാസ് നടത്തിയാൽ മതി എന്ന് പറയും. അതും ഫറവോയാണ്. ഓരോ കാലത്ത് ഇങ്ങനെ ഓരോരുതരം ആൾക്കാർ വരും. പുതിയ പണ്ടുള്ള കാര്യമല്ല, ഇപ്പോഴും അത് തുടരുന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഫറവോമാരെ ഒന്നും കണ്ട് നമ്മൾ പേടിക്കത്തില്ല. കാര്യം എന്താണ്? നമ്മളങ്ങനെ തീയിലൂടെ ചവിട്ടി ഫറവോമാരെല്ലാം ഒതുക്കി പോകുന്നതിനുള്ള ആൾക്കാരല്ലേ. ഇത് വിശ്വാസിയുടെ ജീവിതമാണ്. കൈ ഇടിച്ച് കിടത്താൻ ശ്രമിക്കുക. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. 11:45. നിങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന കർത്താവാണ് ഞാൻ. കർത്താവിനെക്കുറിച്ച് കർത്താവിൻ്റെ ഒരു എന്താണ് ഒരു രഹസ്യം പറഞ്ഞ കേട്ടില്ലേ? അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. റീഡിറ്റ് 11:45. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന്, നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന്, നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. മോസസിനോട് പറയുന്നു, ഈ പരിശുദ്ധി നമ്മൾ ഈ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കീപ്പ് ചെയ്യണം. എബ്രാഹത്തിൻ്റെ കാലം മുതൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് തരും, മക്കളില്ല, വീടില്ല, സങ്കടമാണ് എന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ എല്ലാം ഉള്ളതുപോലെയാണ്. പക്ഷേ നീ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ വേണ്ട സമയത്താണ് ഞാൻ നിനക്ക് തരണത്. നിനക്ക് പുത്രൻ ജനിക്കും, ഞാൻ വീണ്ടും നിന്നെ സന്ദർശിക്കാം എന്ന് എബ്രാഹത്തിനോട് പറയുമ്പോൾ, എബ്രാഹത്തിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആരാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. എപ്പോഴും പറയും ദൈവം, അത് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ അത് നിങ്ങൾ ആരാണെന്നല്ല മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരോടാണ് ഉടമ്പടി ചെയ്യണത് അയാൾ ആരാണെന്ന് മനസ്സിലാക്കണം. ദൈവം പറയും, ഞാൻ നിൻ്റെ പേര് പറയാൻ പറയുമ്പോൾ പറയും, ആയിരിക്കുന്നവൻ ഞാനാണ്, നീ എന്തിനാണ് എൻ്റെ പേര് ചോദിച്ചത്? പേരിൻ്റെ അപ്പുറത്താണ് ഞാൻ, ഒരു പേരിൽ ഒതുങ്ങാത്ത ആളാണ് ഞാനെന്ന് പറയും. എല്ലാ ലോകത്തുള്ള എല്ലാ സൃഷ്ടവസ്തുക്കളും ഒരു പേരിൽ ഒതുങ്ങണതാണ്. പേരിട്ടാൽ നമുക്കതിനെ ഒതുക്കാം, ഹാൻഡിയാകും. പക്ഷെ ഒരു പേരിൽ ഒതുങ്ങാൻ പറ്റാത്തവനാണ് എബ്രാഹത്തിനോട് പറയണത്. അതാണ് ദൈവത്തിൻ്റെ വിശുദ്ധി ശക്തി എന്ന് പറയണത്. അതുകൊണ്ട് നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, പിന്നെന്ത് ചെയ്യണം? കുറ്റമറ്റവനായിരിക്കണം. എബ്രാഹത്തിനോട് പറയുന്ന അതേ ഡയലോഗ് തന്നെയാണ് മോസസിനോട് പറയണത്. ഈജിപ്തിൽ നിന്ന് നിന്നെ ഇടിവെച്ച് നീ ഒരുത്തനെ കൊന്നില്ലേ, നീ കൊലപാതകയുടെ ബ്രാൻഡഡ് കൊലപാതകയായി. പക്ഷെ അതിൽ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിന്നെ കണ്ണുവെച്ച് കൈവച്ച് കഴിഞ്ഞാൽ നീ വിശുദ്ധനാകും. പക്ഷേ നീ എന്ത് ചെയ്യണം? ഹൊറേബിലേക്ക് വിളിക്കുമ്പോൾ പറയും, പഴയ കാലങ്ങൾ അങ്ങ് മാറുകയാണ്, ചെരുപ്പ് ഊരി വെച്ചേക്കുക. നീ നടന്നു വന്ന വഴികളിലൂടെ ചെരുപ്പ് ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക. എന്താണ് കാരണം? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അപ്പോൾ ഉടമ്പടിയുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയുടെ യാത്രയുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ ഉടമ്പടി അങ്ങനെ ചെയ്ത് കൂട്ടും. വിശുദ്ധിയുടെ ജീവിതത്തിൽ 0 പോയിൻ്റ് നിന്ന് കഴിഞ്ഞാൽ ഉടമ്പടി വർക്ക് ചെയ്യാൻ ഇത്തിരി താമസിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ഒരു ബോധപൂർവം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈശോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യു വിൽ ബി ഹെൽപ്ഡ്. പക്ഷെ അതിനൊരു മാനസികാവസ്ഥയും സത്യസന്ധതയും നമ്മൾ ഉടമ്പടിയോട് കാണിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ അങ്ങയുടെ കൂടെ ആയിരിക്കാനും ഒരു മറുകക്ഷിയായി നിന്നോട് ഒരു ഉഭയകക്ഷി ഉടമ്പടി ചെയ്യാൻ ആവശ്യമായ വിശുദ്ധിയിലേക്ക് എന്നെ ഉയർത്തണമേ, വളർത്തണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ ഞങ്ങളെ
ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവ ഗേറ്റിലും നെറ്റിലും ഫ്ലോപ്പായി റഷ്യൻ മാതാവിൻ്റെ സന്നിധാനത്തിൽ വരുമ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ ഇവൾ നടക്കേണ്ട വഴി ഇവൾക്ക് കാണിച്ചു കൊടുക്കും. അത് ഉടമ്പടിയുടെ ഒരു വാഗ്ദാനങ്ങൾ ഒന്നാണ്. എന്താണ്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. എല്ലാ അധ്യയനത്തിലും ഞാൻ പറയും. കാര്യം ഓരോരുത്തർക്കും ഓരോ പുതിയ വഴികളല്ലേ കിട്ടണത്. നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെയാണ് കൊണ്ടുപോകുന്നത്. നീ നടക്കേണ്ട വഴി അത് പറഞ്ഞേ. നീ നടക്കേണ്ട വഴി. സങ്കീർത്തനം 32:8 വായിച്ചോളൂ. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇതാണ് അത്. ആശയവും നടക്കേണ്ട വിധവും കൂടെ നടപ്പും ടോട്ടൽ പ്രോജക്റ്റ് ദൈവം ഏറ്റെടുക്കുകയാണ്. അല്ല ഏതെങ്കിലും ഒരു വശമല്ല, എല്ലാം എവരിത്തിങ്. ഇവിടെ വന്നു കഴിഞ്ഞ് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവളുടെ ഇമെയിലിലേക്ക് ലിങ്ക് വരാൻ തുടങ്ങി. ആദ്യം വന്ന ലിങ്ക് പല ലിങ്ക് യൂണിവേഴ്സിറ്റി ലിങ്ക് വരും. PhD എടുക്കണമല്ലോ, പല യൂണിവേഴ്സിറ്റി ലിങ്ക് വരും. അതിൽ ഇവർക്ക് ഒരു പരിചയമില്ലാത്ത യൂണിവേഴ്സിറ്റി ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സബ്ജക്റ്റ്. അപ്പോൾ ഇന്ത്യൻ ട്രോപ്പിക്കൽ മെട്രോളജി എന്നൊരു ലിങ്ക് വരും. ഇന്ത്യൻ ട്രോപ്പിക്കൽ മെട്രോളജി എന്ന് പറയുമ്പോൾ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ അതിൽ 9 സീറ്റേ മറ്റേ ഉള്ളൂ ഇന്ത്യയിൽ. 15 സീറ്റുണ്ട്. ഇവൾക്ക് കിട്ടാവുന്നത് 9 സീറ്റാണ്. 15 സീറ്റെന്ന് പറയുമ്പോൾ കുറേ സീറ്റൊക്കെ പോകുമല്ലോ. ആകപ്പാടെ ആ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ലെവലിൽ 15 സീറ്റേ ഉള്ളൂ. അതിൽ ഇവർക്ക് കയറാൻ പറ്റാവുന്നത് 9 സീറ്റേ ഉള്ളൂ. ഈ 9 സീറ്റ് നമ്മളെന്താ ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇവൾ എഴുതാതിരുന്നില്ല. കാര്യം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് എപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ അമ്മമാരുടെ അതിനേക്കാൾ കുറച്ച് കടുത്ത പുള്ളിയാണ് ഈ യേശുവിൻ്റെ അമ്മയെന്ന് പറയുന്നത്. ഈ ഉള്ളിൽ നിന്ന് എപ്പോഴും ഇൻസ്പയർ ചെയ്ത് കൊടുക്കുന്നതിൽ അമ്മ ഒരു ഭയങ്കര സംഭവമാണ്. ഇവരോട് പറഞ്ഞു നീ അത് എഴുതാൻ പറഞ്ഞു. അപ്പോൾ അമ്മയോട് ഇവൾ പറയും എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല, എനിക്ക് മാത്സും ഫിസിക്സും മാത്രമേ അറിയാൻ പാടുന്നു. ഇവളൊരു കാശുരൂപം കൊണ്ടുപോകും. കാശുരൂപം കൊണ്ടുപോയി ഇവൾക്ക് പരിചയമുണ്ട്. കാര്യം അപ്പൻ പണ്ട് ഇവൾ നെറ്റെഴുതി തോറ്റല്ല മാർക്ക് കുറഞ്ഞപ്പോൾ ഗേറ്റ് എഴുതാൻ പോയപ്പോൾ ഇവൾ പരീക്ഷയ്ക്ക് ഡൗണായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇവളുടെ അപ്പൻ പറഞ്ഞു മകളെ ഇതിരിക്കട്ടെ മാതാവാണ് കൂടെ വരുമെന്ന് പറഞ്ഞ് ഉടമ്പടി കാശുരം കൊടുക്കും. പക്ഷേ ഉടമ്പടി കാശുരൂപത്തിൽ ഇവർക്ക് അഭിഷേകം കിട്ടിയതായിട്ട് ഓർക്കുന്നുണ്ട്. ഇവിടെ അന്ന് മുതലാണ് ഈ ആകർഷിപ്പ് വരാൻ കാര്യം. അപ്പം കൊടുത്ത കാശുരൂപം ഇവർക്ക് ആദ്യം അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. പക്ഷെ ഒരു വിഷയം വന്നപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് അഭിഷേകം കിട്ടി. കറസ്പോണ്ടിങ് അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി, കാര്യങ്ങളുടെ സീരിയസ്നെസ്. അല്ലാത്തപ്പോഴും ഇങ്ങനെ എല്ലാവരും പോകുന്നു, എല്ലാവരും ഓരോ കാര്യം ചെയ്ത് ഞാനും ചെയ്യുന്ന യാന്ത്രികമായിട്ട് അങ്ങനെ ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെയല്ല, ഇതിൻ്റെ സത്യത്തിൻ്റെ ചില കോറിൽ അങ്ങോട്ട് മനസ്സുകൊണ്ട് തൊടാൻ തുടങ്ങി ചെറിയ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതനുസരിച്ച് ഫീലിംഗ് വരാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ മെട്രോളജി കൊടുക്കുകയാണ്. അപ്പോൾ അവർ ഉടനെ ഇവർക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു, അല്ലെങ്കിൽ ഇവർ പരീക്ഷ ടെസ്റ്റിന് വിളിച്ചു. ടെസ്റ്റ് ഇവർ പഠിച്ച കാര്യങ്ങളല്ല അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ട കാര്യം ഇവർ പഠിച്ചിട്ടുമില്ല. അതാ പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കുമല്ലോ എപ്പോഴും. ഉടമ്പടിയുടെ ഒരു എല്ലാ വർക്കിംഗ് കണ്ടീഷൻ അങ്ങനെ ഇരിക്കും. നമ്മൾ പഠിച്ചതായിരിക്കത്തില്ല അവർക്ക് വേണ്ടത്, അവർക്ക് വേണ്ടതായിരിക്കത്തില്ല നമ്മൾ പഠിച്ചത്. ദാറ്റ് മീൻസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ എന്നാലും അമ്മ ഇവരോട് പറയും നീ അറ്റൻഡ് ചെയ്യാൻ പറയും. ആര്? പരിശുദ്ധ അമ്മ അവരോട് പറയും നീ അറ്റൻഡ് ചെയ്യാൻ പറയും. കാര്യം സീറ്റെല്ലാം ആരുടെയാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ആകാശം ഭൂമിയും നിൻ്റേതാകുന്നു. അതാ ബോധം ക്രിസ്ത്യാനിക്ക് എപ്പോഴും, വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകണം. കാര്യം ആരാണ് വിശ്വാസി ആരാണ് ക്രിസ്ത്യാനി നമുക്കറിയത്തില്ലല്ലോ. ഇവിടെ സാക്ഷ്യപ്പെടാൻ മുഴുവൻ അക്രൈസ്തവരാണ്, വലിയ കൊടിയ സാക്ഷ്യം പറയണം. അപ്പോൾ നമുക്ക് ദൈവം നോക്കണത് പൂച്ച വെളുത്തതാണോ കറുത്താണെന്ന് നോക്കത്തില്ലല്ലോ, എലി പിടിക്കുവാന്നല്ലേ നോക്കത്തുള്ളൂ. ആർക്കാണ് കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്? അവർ നോൺ ക്രിസ്ത്യനാണെന്നല്ല, ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്? ആർക്കാണ് വിശ്വാസത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്? അവൻ ഇൻകം ഉണ്ടാക്കും. അതെല്ലാം നോൺ ക്രിസ്ത്യൻ സാക്ഷി ഇടിവെട്ടാകാൻ കാര്യം അതല്ലേ. അവരങ്ങനെ വെട്ടിപ്പായിട്ട് നമ്മൾ 5 മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞാൽ അവർ 3 മണിക്ക് കുളിച്ചെഴുന്നേറ്റിരിക്കുകയാണ് പ്രത്യക്ഷ പ്രാർത്ഥന എല്ലാം വേണ്ടി. നമ്മളവിടെ എങ്ങനെ പിടിച്ചിരിക്കണം അവരുടെ മുമ്പ്? അതാണ് പ്രശ്നം. 5:30 എഴുന്നേറ്റാൽ മതി എന്ന് ഞാൻ പറയും.
പക്ഷേ ഈ ചേച്ചിമാരെ ഇവിടെ അല്ലെങ്കിൽ പെങ്ങന്മാർ ഇവിടുന്ന് പോയച്ചും അവർ 7 മണിക്ക് എഴുന്നേൽക്കും അല്ലേ, അപ്പം തന്നെ പണിയായി. പക്ഷേ ഇവിടെ ഉണ്ടൊരു ജാതി, ക്രിസ്തുവിനെ ആദ്യം അറിഞ്ഞിട്ട് ക്രിസ്തു അവസാനത്തെ വാക്കാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആദ്യമാണ് അറിഞ്ഞത്, പക്ഷേ അവളുടെ മനസ്സിരിക്കണ ക്രിസ്തു അവസാനത്തെ വാക്കാണ് എൻ്റെ ജീവിതത്തിലെന്നാണ്. അവിടെ അവൾ 3 മണിക്ക് എഴുന്നേറ്റ് കുളിക്കുകയാണ്. എന്തിനാണ് പ്രത്യക്ഷ പ്രാർത്ഥന തുടങ്ങുന്നത്? പക്ഷേ അതാണ്. അപ്പം നമ്മളെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും ആർക്കാണ്ടും വേണ്ടി ഒക്കാനിച്ചിട്ടൊരു കഥയുമില്ല. നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സംഭവം ടേക്കനപ്പ് ചെയ്യണം. ഉടമ്പടി അങ്ങനെ വർക്ക് ചെയ്യും, ഉടമ്പടി അങ്ങനെയാണ് കത്തണത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മീട്രോളജി എന്ന് വന്നു കഴിഞ്ഞപ്പോൾ മീട്രോളജിയിൽ ഇവിടെ സബ്ജക്റ്റ് ഒന്നും ഇവർക്ക് അറിയത്തില്ല. ട്രോപ്പിക്കൽ മീട്രോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മേഖല തെക്കേ അമേരിക്ക, അതുപോലെ ഈ ഉത്തരായനത്തിൽ കിടക്കുന്ന രാജ്യങ്ങളിലേക്ക് കാലാവസ്ഥയില്ല. അതാണ് ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ ഫുഡ് എന്നൊക്കെ നമുക്ക് കേട്ടിട്ട്, ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ. അപ്പോൾ അതിൻ്റെ കാലാവസ്ഥയിൽ എന്തൊക്കെ ഉണ്ട്? അതിനകത്ത് ഓഷ്യനോഗ്രഫി ഉണ്ട്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, അതൊക്കെ എല്ലാ വിഷയങ്ങളുണ്ട്. ഇതൊന്നും ഇവരുടെ സബ്ജക്റ്റ് അല്ല. പക്ഷേ ഇവർ ഷോർട്ട് ലിസ്റ്റ് ആവും. ഇതിനകത്ത് 126 പേരിലെ കൂട്ടത്തിൽ ഇവർ, അതായത് 126ാമത്തെ നമ്പറിൽ ഇവർ ഷോർട്ട് ലിസ്റ്റ് ആവും. അപ്പോൾ ഇൻ്റർവ്യൂവിന് സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂവിന് പേടിയാണ് ഇവർക്ക് ആദ്യം ഉണ്ടാകണം, കാര്യം ഇവരുടെ സബ്ജക്റ്റ് വ്യത്യാസമുള്ളതുകൊണ്ട്. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സ്ലോട്ട് കൊടുത്തതിന് ശേഷം 2:30 മണി വരെ, 12 മണിക്ക് സ്ലോട്ട് കൊടുക്കും, 2 മണി വരെ വെയിറ്റ് ചെയ്യും. 2 മണി വരെ ഇവരിങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. അതാണ് വിഷയം. ആ സ്പേസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഉടമ്പടിയുടെ വർക്കിംഗ് കണ്ടീഷൻ നോക്കണം. കാരണം ഇവരെ ഈ മീട്രോളജി യൂണിവേഴ്സിറ്റി വിളിച്ചിരിക്കുന്നത്, സ്ലോട്ട് കൊടുത്തിരിക്കുന്നത് അവർക്ക് 12:30 തൊട്ട് റെഡിയാകാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ 12:30 കഴിഞ്ഞ് 1 മണിയായി, 1:30, 2 ഇവരെ വിളിക്കണില്ല. ഇവരവിടെ ഇരിക്കുകയാണ്. ഇവർ മുരഞ്ഞു കുത്തി കൊതുകിനെ അടിച്ചിരിക്കുകയല്ല, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വ്യത്യാസം. എക്സിക്യൂഷൻ ലെവലിൽ നമ്മൾ ശ്രദ്ധിക്കണം. അവർ മാത്തമാറ്റിക്സ് ആണെങ്കിൽ കറക്റ്റ് മാത്തമാറ്റിക്സ് തന്നെയാണ് അവർ. ആ ടൈം വളരെ സുന്ദരമായിട്ട് കഴിയും. അല്ല വാട്സപ്പ് നോക്കിയിട്ട് ഇപ്പോൾ വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു കോമഡിയും കണ്ടേക്കാതെ മതി. അപ്പോൾ നിങ്ങളുടെ കാര്യം അവിടെ വെച്ച് പോകും. ഇത് ആ ടൈം എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള സീരിയസ് വിഷയമാണത്. അവരാ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥന ഈ വിശ്വാസ പ്രമാണമാണ്. കാര്യം ഇത് ഒരു മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത് വിശ്വാസ പ്രമാണമാണ്. അതെപ്പോഴും നിങ്ങൾ അറിയണം. അച്ഛൻ്റെ പഴയ പ്രസംഗം ഒന്ന് കേട്ടാൽ മതി. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു അല്ല മക്കും, പക്ഷേ അതെങ്ങനെ അത് അതിൻ്റെ വർക്കൗട്ട് എങ്ങനെ നോക്കണം. അത് എന്ത് കാര്യത്തിന് ഏത് പ്രാർത്ഥനയെന്നുണ്ട്, വ്യത്യാസമുണ്ട് അതിനെ. അപ്പം അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാൽ പിന്നെ എഴുന്നേറ്റേക്കാം, ഇനി വിളിക്കത്തില്ലായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 2 മണിയാകുമ്പോൾ എഴുന്നേക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇമെയിൽ വരും സ്റ്റാൻഡ് ബൈ ആകാൻ. വിട്ടുപോകാൻ മാതാവ് സമ്മതിക്കത്തില്ല. ഇനി അവരെ വിളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഇവർ എഴുന്നേറ്റ് പോകാൻ അമ്മ സമ്മതിക്കത്തില്ല. അമ്മ പറയും, മകളെ ഇരിക്കും, ഞാൻ വിളിപ്പിക്കാമെന്ന് പറയും. അതാണ് മകളെ ഇരിക്കും, ഞാൻ വിളിപ്പിക്കാം. അതാണ് വിഷയം. ഇനിയും അവർ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇവൾ എഴുന്നേറ്റ് പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഉടനെ അമ്മ പറയും ഇരിക്ക് എന്ന് പറയുന്ന സമയത്ത് അവരെ കോൾ ഫോർ ചെയ്യിക്കും. അവൾ എഴുന്നേറ്റ് പോയിച്ചെങ്കിൽ ഇത് കിട്ടത്തില്ല. അതാണ് ടൈം എന്ന് പറയുന്നത് മദറിൻ്റെതാണ്. നമ്മുടെ ടൈം മദറാണ്. അപ്പോൾ ടൈമിൽ നമ്മളൊരു മണ്ടത്തരം കാണിച്ചാലും അമ്മ അവിടെ അറസ്റ്റ് ചെയ്യിക്കും. അത് ഭയങ്കര വല്ലാത്ത പ്രൊട്ടക്ഷനാണിത്. എന്നിട്ട് ഇവളോട് 3 സബ്ജക്റ്റ് കൊടുക്കും. 4 സബ്ജക്റ്റ്. ഈ 4 സബ്ജക്റ്റ് ഇവർക്ക് അറിയാൻ പാടില്ലാത്തതാണ്. എന്താണ് കൊടുക്കുന്നത്? ഒന്ന് സുനാമിയെക്കുറിച്ച് പറയാൻ പറയും. 2 മണിക്കൂർ പറയണം സുനാമിയെക്കുറിച്ച്, 2 മണിക്കൂർ. പിന്നെന്ത് പറയണം? ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, കാലാവസ്ഥ വ്യതിയാനം. പിന്നെന്താണ്? ഭൗമതാപം, ഗ്ലോബൽ വാർമിംഗ്. ഇതൊക്കെയാണ് സബ്ജക്റ്റ്. പിന്നെ മീട്രോളജി, കാലാവസ്ഥ ശാസ്ത്രം. 4 കാര്യങ്ങളാണ്. അതിൽ 1 കമൻറ്റ് ചെയ്താൽ മതി. അത് 2 മണിക്കൂർ കമൻറ്റ് ചെയ്യണം. ഈ ഫിസിക്സ് മാത്സ് പഠിച്ച ആളിത് അറിയത്തില്ല. ഇവൾക്കിത് എന്ത് കമൻറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ ഒരു പരിപാടി ഇവിടെ ചെയ്യും. ഇവിടെ മൗസ് എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചില കാര്യം അറിയത്തില്ലല്ലോ. ഈ സബ്ജക്റ്റ് അറിയത്തില്ല. മൗസ് എടുത്തിട്ട് ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി 4 സ്റ്റോട്ടിൻ്റെ അവിടെ കസറ് മുട്ടിച്ച് നോക്കും. വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മൗസ് എടുത്ത് ചലിപ്പിക്കണേ. ആളിനറിയത്തില്ല. അമ്മ പറഞ്ഞു കൊടുക്കണം. അതാണ് പ്രശ്നം. എന്നിട്ട് അമ്മ ഏതാണ് പറയേണ്ടതെന്ന് നോക്കിയിട്ട് വിശ്വാസ പ്രമാണം വന്ന് നിൽക്കുന്ന സ്ഥലത്ത് കസർ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? മീട്രോളജിയിലാണ്, കാലാവസ്ഥ ശാസ്ത്രം. അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാളില്ലെന്ന്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ കാലാവസ്ഥ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ പറഞ്ഞ് അമ്മ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ പ്രൈവറ്റ് ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഉടമ്പടിയിൽ എല്ലാം ഉള്ളതാണ്. ഈ ഉടമ്പടി സാന്നിധ്യമുള്ള കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞു തന്നല്ലേ, എല്ലാ സാക്ഷ്യങ്ങളും വിദ്യാർത്ഥികളുടെ സാക്ഷ്യങ്ങൾ കേൾക്കണം. വിദ്യാർത്ഥികളുടെ സാക്ഷി, ഇൻ്റർവ്യൂ സാക്ഷ്യങ്ങൾ കേട്ട് നമ്മൾ ഈ പ്രൈവറ്റ് ഡിക്റ്റേഷൻ വരും. ഇൻ്റേണൽ ഡിക്റ്റേഷൻ ഉള്ളിലിരുന്ന് പറഞ്ഞു കൊടുക്കുക.
അപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് കോപ്പി അടിക്കുക തന്നെ, അങ്ങനെയല്ല. അതായത് നിനക്കൊരു ചതിക്കുഴിയിൽ ചെന്ന് പെട്ടാൽ നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കും. ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഇവർ ഈ മീട്രോളജിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവർ വിക്കിപീഡിയ ഒന്ന് നോക്കിയായിരുന്നു. വിക്കിപീഡിയയിലെ പ്രൈമറി ആയിട്ടുള്ള ഒരു 10 സെൻറ്റൻസേ ഉള്ളൂ വിക്കിപീഡിയയിൽ, അറിയാമല്ലോ. വിക്കിപീഡിയ മീട്രോളജിയെക്കുറിച്ചുണ്ട്, അത് 10 സെൻറ്റൻസ് വായിച്ചിട്ടുണ്ട്. അതിൻ്റെ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടാണ് ഈ കാച്ചേണ്ടത്. പക്ഷേ മാതാവ് ബാക്കി എല്ലാം ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പറഞ്ഞു കൊടുക്കലായിപ്പോയി. ഒരു 1.5 മണിക്കൂറാണ് ഈ സാം പറയണത്, മെട്രോളജി പറയണത്. നിങ്ങൾക്കറിയാത്ത ഭക്ഷണം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ പോലെ അറിയാത്ത വിജ്ഞാനത്തിൽ നമ്മളെങ്ങനെ പറഞ്ഞു നമ്മൾ അറിയാതെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു അഭിഷേകമുണ്ട്. എല്ലാത്തിനും കറസ്പോണ്ടിങ് അനോയിനിങ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഉടമ്പടിക്ക് ക്ഷണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സാധാരണ പ്രാർത്ഥന ചെയ്ത് സാധാരണ ജീവിതം ജീവിച്ച് വന്നതിന് ശേഷം നമ്മൾ ദൈവവുമായിട്ട് ലിങ്കായി കഴിയുമ്പോൾ ഇതിൻ്റെ സാധ്യതയെന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഞാൻ എന്തുകൊണ്ടാണ് കർക്കശക്കാരനായിരിക്കുന്നത്? നിങ്ങൾ വളരെ സ്റ്റേൺ ആൻഡ് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ഇതിനെ സത്യസന്ധമായിട്ട് സമീപിക്കാൻ വേണ്ടിയാണ്. ഈ കൂട്ടത്തിൽ ഇത്രയും സംഭവം കഴിഞ്ഞില്ലേ, പക്ഷേ പെട്ടെന്ന് ആളിന് സെലക്ഷനായി. അതാണ് വ്യത്യാസം എന്നത്. അവിടെ സെലക്ഷനായി. സെലക്ഷൻ എന്ന് പറയുമ്പോൾ 7 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ്, ഫ്രീ സ്കോളർഷിപ്പ്. 5 പൈസ മുടക്കേണ്ട, 1400 രൂപ മുടക്കിയാൽ മതി. ബാക്കി 2 കൊല്ലം PhD പഠിക്കാനുള്ള ഫുൾ സ്കോളർഷിപ്പാണ്. നിന്നെ രക്ഷിക്കാനുള്ള വഴികളെല്ലാം നീ ഗേറ്റിൽ നെറ്റ് എഴുതാമെന്ന് പറഞ്ഞ് നിൻ്റെ മാനുഷികമായ ചിന്തയിൽ പോയില്ലേ. നിന്നെ തോൽപ്പിച്ചത് ആരാണ്? ദൈവം തന്നെയല്ലേ തോൽപ്പിച്ചത്, അല്ലാതെ നീ തോറ്റതല്ലല്ലോ. അല്ല, ദൈവബദരെ നീ തോക്കുമ്പോൾ നിൻ്റെ ആത്മാവ് നിന്നോട് പറയണം, നീ തോറ്റതല്ല, എന്നെ തോൽപ്പിച്ചതാണ് എൻ്റെ കർത്താവ്. വേറെ കാര്യത്തിൽ എന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്. കൈയടിച്ച് കർത്താവ് ഞങ്ങളുടെ തോൽവികളെല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. നിന്റെ ശക്തി വന്ന് നിറയാനുള്ള ഓരോരോ അവസരങ്ങളാണ് തിരിച്ചറിയാനുള്ള വലിയ വിവേകം മക്കൾക്ക് ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ, നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേൽക്കുക. പ്രിയമുള്ള രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. നിങ്ങൾ ഉടമ്പടി വെച്ച കാര്യങ്ങൾ ഓൺലൈനിൽ ഇപ്പോൾ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയത്തിൻ്റെ രോഗങ്ങളുടെ മേലിൽ ദൈവമായി ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഏത് രോഗമാണ് സൗഖ്യപ്പെടേണ്ടത്, ആ രോഗത്തിൽ നിൻ്റെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് മനസ്സിൽ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ഒന്നും സാധ്യമില്ലാത്ത ഈശോ എല്ലാം സാധ്യമായ ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവേ, നിൻ്റെ വിശുദ്ധമായ വലതുകരം കർത്താവേ, മക്കൾ രോഗമുള്ളിടത്ത് മക്കൾ കൈവച്ചിരിക്കുന്ന ഇടത്ത് കർത്താവേ നിൻ്റെ കൈകളെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലതുകരത്തെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പട പോലെ വൈത്താക്കാലം പോലെ ദൈവികമായ ശക്തി ഉള്ളക്കാല് മുതൽ ഉച്ചവരെ കർത്താവ് പ്രസരിക്കട്ടെ. കാൻസർ രോഗങ്ങൾ കർത്താവ്, പലതരത്തിലുള്ള കരൾ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ കർത്താവ്, ത്വക്ക് രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, കണ്ണിൻ്റെ കാഴ്ചക്കുറവുള്ള രോഗങ്ങൾ കർത്താവ്, അറിവിൻ്റെ എല്ലാ അവയവങ്ങളെയും കർത്താവ് അങ്ങ് സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അന്ന് സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സദയം തൊടേ സുഖമായി അരികിൽ വരേ, സദയം തൊടേ സുഖമായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ നെഞ്ചത്ത് വെക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പഠനപരമായ കാര്യങ്ങൾ, പരീക്ഷാ കാര്യങ്ങൾ, ഇൻ്റർവ്യൂ കാര്യങ്ങൾ, ജോലി യാത്രകൾ, തിരിച്ചു വരവ് എല്ലാം
കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവിന് സമർപ്പിക്കുക. വിവാഹം കഴിക്കാത്തവര്, ഒത്ത പങ്കാളിയെ ലഭിക്കാത്തവര്, കുഞ്ഞുങ്ങളില്ലാത്തവര്, വിവാഹ കോടതിയിൽ ജീവിതം വലയുന്നവര്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, എന്റെ വിശുദ്ധമായ വലതുകരം കർത്താവ് മക്കളുടെ ശിരസിൽ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ജീവിത ദുരിതങ്ങളും കുടുംബത്തിൻ്റെ ദോഷങ്ങളും തടസ്സങ്ങളും കർത്താവ് ഇൻ്റർവ്യൂ ടെസ്റ്റ് ജോലി ലഭിക്കുന്ന അവസ്ഥകൾ കർത്താവ് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം കർത്താവ് വിസ ലഭിക്കാത്തവർ, കർത്താവ് യാത്രയ്ക്ക് തടസ്സമുള്ളവർ, എമിഗ്രേഷൻ പാസ്സാകാത്തവർ, കർത്താവ് എന്തെല്ലാം നൈയാമികമായ സാങ്കേതികമായ തടസ്സങ്ങൾ ദുരിതങ്ങൾ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ നിർവീര്യമാകട്ടെ. ശ്രുതികട്ടെ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഏതെങ്കിലും പ്രാർത്ഥനകളിലേക്ക് അച്ഛനോട് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് കർത്താവിൽ സമർപ്പിക്കേണ്ട സമയമാണ്. പ്രസവ സംബന്ധമായ തടസ്സങ്ങളുള്ളവരുണ്ട്, അവരെ കർത്താവ് കാണിക്കുന്നുണ്ട്, അവരെ കർത്താവ് സൗഖ്യപ്പെടുത്തി ശക്തിപ്പെടുത്തുന്നുണ്ട്. അവർക്ക് അപകടമില്ല, അവർ സുഖമായി പ്രസവിക്കുമെന്ന് ഈശോ അറിയിക്കുന്നുണ്ട്. വേഗുലപ്പെരണ്ടെന്ന് പറയുന്നു. ശരീരത്തിൽ സിസ്റ്റ് കിടക്കുന്നവരുണ്ട്, അവരെ കാണിക്കുന്നുണ്ട് കർത്താവ്. ചില അവയവങ്ങളുടെ താഴെ ഏറ്റവും ബോട്ടം സൈഡിലെ ലിക്വിഡ് കിടക്കുന്നവരും ലിക്വിഡ് കണ്ടാമിനേറ്റ് ആയിട്ടുള്ളവരുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന തരത്തിലുള്ള ലിക്വിഡ് ഫോം ചെയ്യുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. വൃഷണങ്ങളിലുണ്ടാകുന്ന ബീജത്തിൻ്റെ വറ്റല്, കൗണ്ടില്ലാത്ത വിഷയങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണിത്. അത് മെസ്സേജിലുള്ള ഭാഗങ്ങളാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ജോലിക്ക് വെച്ചത് തെറ്റിപ്പോയല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചില ഓപ്ഷൻ വെച്ചിരിക്കുന്നത് തെറ്റിപ്പോയല്ലോ, അതല്ലല്ലോ വെക്കേണ്ടിയിരുന്നത്, അതിന് ജോലി സാധ്യത കുറവാണല്ലോ, വേറെയാണല്ലോ വെക്കേണ്ടിയിരുന്നതെന്ന് ചിന്തിക്കുന്നവരെ ആ വേദന ഈശോ ഈ വിഷയത്തിൽ ഏൽപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന കർത്താവ് അതിനെ നിനക്ക് അനുയോജ്യമായൊരു ക്രമീകരണം വരുന്നുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. ത്വക്ക് രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, വെരിക്കോസ് രോഗങ്ങൾ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരം കർത്താൻ ത്വക്ക് രോഗങ്ങൾ, വെള്ളപ്പാണ്ടുകൾ, പാണ്ടുകൾ, മുടിക്കൊഴിച്ചിലുകൾ, കണ്ണിന് കരിപ്പുള്ളവര്, കണ്ണ് തിമിരം കയറുന്നവര്, ചെവിക്ക് കേൾവിയില്ലാത്തവർ, തൊണ്ടയിൽ മുഴയുള്ളൊരു തൈറോയിഡ്, ടോൺസൈറ്റ്, കർത്താവ് എല്ലാ രോഗങ്ങളുടെ പേരും കർത്താവിന്റെ ആധിപത്യം ഉറപ്പിക്കട്ടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചടയാളത്തിൽ ദൈവശക്തി അതിന് സൗഖ്യം പ്രാപിക്കട്ടെ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. ഒരു നിമിഷം വീണ്ടും മൗനമായി പ്രാർത്ഥിക്കുന്ന, ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കുന്നു. സ്ഥലം, അളവ്, ഭാഗ ഉടമ്പടി, വഴിയില്ലാത്ത അവസ്ഥകളെ, വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥകളെ, എവിടേക്കാണ് നിനക്ക് നിൻ്റെ സ്വസ്ഥവും സമാധാനപൂർവമായ ജീവിതത്തിന് തടസ്സമുള്ളത്, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
അനുസരണയില്ലാത്ത തെറ്റായ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ മക്കൾ, അവരെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ, എപ്പിലെപ്സി രോഗങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി, ഒട്ടിസം രോഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ തളിക്കപ്പെട്ടുകൊണ്ട് ഈ ആൾക്കാർക്ക് ഒരു സാക്ഷ്യം പറയാനുള്ള അടയാളം കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. അരികിൽ വരേണേ, സദയം തുടരേ, സുഖമായിടും എൻ്റെ ഉള്ളം. നമുക്ക് മുട്ടേ നിൽക്കാം, സംഭാവന ആശീർവാദം സ്വീകരിക്കാം. ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ ധാരയിൽ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിനെ ഇപ്പോൾ വിഷമിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന വലിയ വലിയ വിഷമങ്ങൾ അമ്മയുടെ മുമ്പിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇറക്കി വയ്ക്കാം. എത്രയും വേഗം ഇതെല്ലാം നിവൃത്തിയായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ശുദ്ധ പരമ ദിവ്യകാരുണ്യേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേ, എന്നുമെന്നും ആവേ 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 മരിയ. പണ്ടത്തെ ജപമാല റാലിയുടെ സാക്ഷ്യം. അപ്പം ഞാനും തരും 3 മാസം പ്രാർത്ഥിച്ചിട്ടാണ് അവസാനം അമ്മ എനിക്ക് തീരുമാനം എടുത്തത്. ഈ വർഷം നടത്തേണ്ടതെന്നുള്ള തീരുമാനമായിരുന്നു എനിക്ക്. പിന്നെ ഇതാണ് ജപമാല റാലി. കൈയടിച്ച് അമ്മ 7 മണി എല്ലാവരും വരണം. 7 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് 7 അതുകൊണ്ട് പ്രാർത്ഥന അറിയാവുന്നവരൊക്കെ സ്വരത്തിൽ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തുകൊണ്ട് അതിശക്തമായി നമ്മൾ ഇവിടുന്ന് 22 കിലോമീറ്റർ നമ്മൾ നടക്കും. 22 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ 1 മണിക്ക് അർദ്ധെങ്കിലെത്തും. 1 മണിക്കെത്തും. 7 മണിക്ക് തുടങ്ങും. ഇനി 8 മണിക്കും 10 മണിക്കൊക്കെ ആൾക്കാർ വന്നെത്തും. തലശ്ശേരി എന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ 10 മണിക്ക് ചിലപ്പോൾ വന്നിടത്തും.
എന്ത് ചെയ്യണമെന്ന് അറിയിച്ചാൽ ഇപ്പോൾ തെക്ക് വന്നവരായാലും വടക്ക് വന്നവരായാലും നിങ്ങളെന്ത് നോക്കേണ്ടത് 7 മണിക്കൂർ നിന്ന് റാലി സ്റ്റാർട്ടാകുമല്ലോ. അപ്പോൾ എവിടെയാണ് റാലി നമുക്കറിയാം, ഇവിടുന്ന് റൂട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് കൃപാസനത്തിൽ നിന്ന് ഇടത്തോട്ട് പോയിട്ട് പിന്നെ റൈറ്റ് തിരിഞ്ഞ് കാട്ടൂർ ചെന്ന് കാട്ടൂരിൽ നിന്ന് പിന്നീട് റൈറ്റ് തിരിഞ്ഞ് അർത്തിങ്കിലേക്ക് പോകുന്നതാണ് റൂട്ട്. ആ റൂട്ടിൽ എവിടെയാണ് റാലി എന്ന് നോക്കി അവിടെ കൊണ്ടുപോയി വണ്ടി ഇറക്കിയാൽ മതി. എന്നിട്ട് വണ്ടി ബാക്കിലോട്ട് എടുത്തിട്ട് അർത്തിങ്ക ഗ്രൗണ്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. കാരണം നിങ്ങളവിടെ എത്തുമ്പോൾ വണ്ടിക്ക് പോകണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അല്പം താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വന്ന് ചേർന്നാൽ മതി. എല്ലാവരും കൂടി 7 മണിക്ക് വന്നാൽ ഇവിടെ ബ്ലോക്കായി പോകും. അപ്പോൾ നിങ്ങൾ വന്ന് ചേരുക. ഇത് താമസിച്ച് വന്നാൽ നിങ്ങൾ വണ്ടി ഇരുന്ന് ജപമാല തുടങ്ങിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇനി നിങ്ങൾ അവിടെയാണെങ്കിൽ കുറേ അധികം ബാത്റൂംസൊക്കെ ഉള്ളതാണ് തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് ഇറങ്ങി ഫ്രഷായിട്ട് വേണേൽ ഇങ്ങോട്ട് വന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അടുത്തെങ്കിലും ആദ്യം നേരത്തെ വന്ന് അടുത്തെങ്കിലും വന്ന് ഇറങ്ങി അവിടെ ഫ്രഷായി അതിന് ശേഷം അവിടെ 100 ബാത്റൂംസ് ഉണ്ട്. അപ്പോൾ അത് ഫ്രഷായതിന് ശേഷം വണ്ടിയെ കയറി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വണ്ടിയെ കയറിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങുക. 9 മണിക്ക് വന്ന് ഇറങ്ങിയാലും നിങ്ങൾക്ക് എവിടെയാണ് റാലി, ചിലപ്പോൾ കാട്ടുരുത്തിക്കാട് 9 മണിയാകുമ്പോൾ, അപ്പോൾ അവിടെ വന്ന് നിങ്ങൾ ഇറങ്ങിയിട്ട് റാലി കൂടി ചേരണം. ആ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞതാണ്. പിന്നെ കയ്യിൽ ഇത്തിരി വെള്ളം കരുതിയിരിക്കണം, നല്ലതാണ്, ശുദ്ധവെള്ളം. നമുക്ക് എപ്പോഴും വലിച്ചു കുടിക്കാനല്ല, ചുണ്ട് നനച്ച് പോകാൻ വേണ്ടിയാണ്. ആരെങ്കിലും വെള്ളം കിട്ടുമെന്നല്ല പ്രശ്നം. വെള്ളം ഒത്തിരി വിതരണക്കാരുണ്ട്, നമ്മളതിനെ ഡിസ്കറേജ് ചെയ്യുകയും. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം കുടിക്കാതെ പോയി കഴിഞ്ഞാൽ റാലി മുറുകയും പ്രാർത്ഥന മുറുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണവരെ കൊടുത്തോട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് എതിർക്കൊന്നുമില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥന മുറിയായിരിക്കും നമുക്ക് നല്ല കാര്യം. എന്താ, ഇത്തിരി ഒരു കുപ്പി വെള്ളം കൈ കരുതുക. അത് അത്യാവശ്യം എന്ത് നക്ക് വരണ സമയത്ത് കുറച്ച് കുടിക്കുക. അടുത്തെങ്കിൽ വരിക വെള്ളം സൂക്ഷിച്ച് വെക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ കൈ കരുതണം, നല്ലതാണ്. അപ്പോൾ നമുക്ക് പിന്നെ ആ കാര്യത്തിൽ ടെൻഷൻ ഇല്ലല്ലോ. ചില ആൾക്കാർക്കൊക്കെ ഷുഗറിൻ്റെ ഒക്കെ ആൾക്കാരാകുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കരുതണം നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ലഘു ഭക്ഷണങ്ങളും മിതമായ വെള്ളവും ലഘു ഭക്ഷണവും. പിന്നെ മഴ സീസണാണ്, ഒക്ടോബർ മാസം അവസാനം തുലാവർഷമല്ലേ. അപ്പോൾ ഒരു തുള്ളി പോലും മഴ കൊള്ളാത്ത ആൾക്കാരുണ്ടാകും. രോഗം തന്നെ കുട കരുതി വെക്കണം. പിന്നെ നമ്മളെന്താ ഇതൊക്കെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിങ്സ് പോലെ അച്ഛൻ പറയുന്നതാണ്. ഇതെല്ലാം കരുതണം. ചിലപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്, ഇത് പെരുമാറ്റത്തിൽ ഞാൻ നടക്കും. കൊള്ളാം, അങ്ങനെ നടക്കുന്നവർ നടക്കട്ടെ. നടക്കാത്ത ആൾക്കാരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നടക്കാത്ത ആൾക്കാരില്ലേ, അവർക്ക് ചെറിയ വിഷമം ഉണ്ടായാൽ തന്നെ അവർക്ക് രോഗം പിടിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്ത് രോഗമായാലും മാതാവ് സുഖപ്പെടുത്തുന്ന ആൾക്കാരുമുണ്ട്. ആൾക്കാർ വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ തളപ്പ് വരത്തില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എൻ്റെ ഉദ്ദേശം നിങ്ങൾ ജപമാല റാലിയായിട്ട് പ്രാർത്ഥിച്ച് ചെല്ലുന്നതാണോ അതിലാണ് എനിക്ക് പ്രാധാന്യം കൊടുക്കത്തുള്ളത്. അപ്പം അതാണ് ഇങ്ങനെയുള്ള നിർദ്ദേശം പറയാൻ കാരണം. അപ്പം അതുകൊണ്ട് ഇത് ഈ മാസം ഇന്ന് മുതൽ പ്രാർത്ഥിക്കേണ്ട സബ്ജക്റ്റാണ്, പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. സഭയെ തിരഞ്ഞു ഇങ്ങനെയാണ്. പക്ഷേ പ്രാർത്ഥിക്കാനുള്ള ഒത്തിരി പുലികൾ ഇതിൻ്റെ അകത്തുള്ള കാരണം ഒരു പണിയും നടക്കത്തില്ലെന്നേ ഉള്ളൂ. കാരണം അവർ ദൈവതിരുസന്നിധിയിൽ കണ്ണീരിട്ട് ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമുക്ക് വിശ്വാസം തന്ന ഉറവിടങ്ങളെ, അത് തിരുസഭയാണ്. തിരുസഭയുടെ കൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിൻ്റെ നീതിയും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. അതാണ് നിറവേറുമ്പോഴാണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആ രീതിയിലേക്ക് സഭ എക്വിപ്ഡ് ആകാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ യുക്രൈൻ യുദ്ധം ഇന്നും ഒരു പ്രാർത്ഥിക്കണം, അത് പൂർണ്ണമായിട്ട് കാഷ്വാലിറ്റി ഇല്ലാതെ അവസാനിക്കാൻ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അധികാര ദുർവാശിയുള്ളവരും ഒക്കെ അവർക്ക് വേണമെങ്കിൽ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാം. പാവത്തങ്ങൾ ഒരു മനസ്സറിയാത്തവനൊക്കെ മരിക്കുകയും ചെയ്യും. അപ്പോൾ യുദ്ധം ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. ഏത് കാരണത്തിനാണെങ്കിലും അത് ആളെ കൊല്ലണ ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരുമായിട്ട് പരിപാടി യോജിക്കാത്തതിൻ്റെ കാരണം. ആളെ കൊല്ലണ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ വിശ്വസിക്കുന്നവരോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അത് ആരുടെയും കുഴപ്പമില്ല, നമുക്കങ്ങനെ നിർവാഹമില്ല. അതാണ് പ്രശ്നം. നമ്മളോട് ഈശോ പറഞ്ഞിരിക്കണനുസരിച്ച് പത്രോസിനോട് പറഞ്ഞില്ലേ, വാളുറയിലിട്ട് പോകാനേ പറ്റത്തുള്ളൂ. പിന്നെ എടുത്ത് വെട്ടിക്കൊള്ളാൻ പറയുന്നതരില്ല. അത് വെട്ടിക്കൊള്ളാൻ പറയുമ്പോഴേക്ക് ബോധമുള്ളവരും മനസ്സിലാക്കണം, അത് പറയുന്ന ആൾ ക്രിസ്തു ആയിരിക്കത്തില്ലെന്ന് പറയണം. ക്രിസ്തുവിനെതിരായ രൂപിയാണ്.
അവർ ക്രിസ്തീയ സഭയെ പ്രവർത്തിക്കുമ്പോഴും അവർ പറയണ വൃക്ഷത്തെ അതിൻ്റെ ഫലങ്ങളിൽ നിന്ന് തിരിച്ചറിയാവുന്നതാണ് പറയണത്. ഈശോ പറഞ്ഞില്ലേ? അപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഇപ്പോൾ ഓരോ ആൾക്കാർ മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി ഒരു സമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ അത് അവരുടെ വായിൽ നിന്ന് വരുന്ന ഫലങ്ങൾ അതുകൊണ്ട് തന്നെ ആ വൃക്ഷത്തെ തിരിച്ചറിയാനുള്ള കഴിവ് വിശ്വാസിക്കുണ്ടാകണം. അല്ല അവർ വിശ്വാസിയാണല്ല, ക്രിസ്ത്യാനിയാണല്ല, അവരല്ലേ പറയണത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതി തള്ളരുത്. ക്രിസ്തു പറയാത്ത ഒരു കാര്യവും പറയാൻ നമുക്ക് ബാധ്യതയില്ല. ഇനി ക്രിസ്തു പറയുന്ന കാര്യങ്ങളുടെ കാലികമായ വ്യാഖ്യാനങ്ങളും പറയേണ്ടത് സഭയാണ്, അല്ല വഴിയെ പോണവനല്ല. അതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടാത്തതൊക്കെ നാളെ സംഘടിച്ച് എപ്പോഴും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വെച്ചാൽ അരക്ഷിതാവസ്ഥ അരാജകത്വം ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിക്കണം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. എൻ്റെ ഇടവകയിലൊക്കെ ഇരിക്കുമ്പോൾ ഇന്നലെ വരെ നമ്മൾ ഗുണ്ടയാണ്, അവൻ പോക്രിയാണ്, കോമാളിയാണ്, അവൻ ഉണ്ടാക്കുന്ന വിഷയങ്ങളോട് നമ്മൾ യോജിക്കരുത് എന്ന് നമ്മളുടെ വഴി അതല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ പറഞ്ഞ് ജനങ്ങൾ രൂപപ്പെട്ട് വരുമ്പോൾ ആ ഒരു സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടായാൽ ഈ കോമാളികളും ഗുണ്ടകളും ഹീറോകളായിട്ട് മാറും. ക്രിസ്ത്യ സമൂഹത്തിൽ തന്നെ കുറേ ഗുണ്ടകളും അതുപോലെ തന്നെ കോമാളികളും ഈ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളെ വണ്ടിക്ക് മുമ്പേ കൊണ്ടുവന്ന് അവിടെ കാളകളെ കെട്ടാൻ നോക്കുന്നുണ്ട്. അതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. നമ്മുടെ വിശ്വാസം കർത്താവായ ക്രിസ്തുവിലുള്ള വചനത്തിലാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. അതിന് കിട്ടുന്ന അവസരമാണ് റാലിയിൽ 10,000-ങ്ങളല്ലേ പ്രാർത്ഥിക്കുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയല്ലേ വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ. ഉടമ്പടി എടുത്തവരും ഉടമ്പടി പുതുക്കി വരും, ഉടമ്പടി എടുക്കാതിരിക്കുന്നവരും വളരെ വിശുദ്ധമായൊരു ജനമാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ സമയം കണ്ടെത്തി റാലിയിൽ വന്ന് പങ്കെടുത്ത് മാതാവിൻ്റെ നമുക്കറിയാലോ ഉടമ്പടി എടുത്തവരും ഉടമ്പടി എടുക്കാതിരിക്കുന്നവരും ഉടമ്പടി പുതുക്കിയവരും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നിറവേറാൻ ഈ റാലി സഹായിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മൾ റാലി നടത്തുന്ന വിശ്വാസത്തിൻ്റെ ഒരു മനുഷ്യരുടെ മുമ്പിലുള്ള യേശുവിനെ നമ്മൾ ഏറ്റുപറയുകയാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. ജപമാലയ്ക്കെതിരെ ഒത്തിരിയേറെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത തരത്തിലുള്ള പ്രചരണങ്ങൾ സഭയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം ഒരു പ്രാർത്ഥനയും സത്യസന്ധമായ പ്രാർത്ഥനയും ഒരു കള്ളപ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സത്യസന്ധമായ പ്രാർത്ഥനയ്ക്ക് ഒരു ത്രെഡ് ഉണ്ടാകും, ഒരു സെക്യൂരിറ്റി ത്രെഡ് ഉണ്ടാകും, ഒരു വാട്ടർമാർക്ക് ഉണ്ടാകും. ദൈവം അംഗീകരിക്കുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം ക്രിസ്ത്യൻ പ്രെയറിന് അതിൻ്റെ ഐഡൻറ്റിറ്റി സെക്യൂരിറ്റി ത്രെഡും അതുപോലെ തന്നെ വാട്ടർമാർക്കും ഉണ്ട്. എന്താണ്? യേശു കർത്താവാണ്, അതാണ് അതിൻ്റെ സെക്യൂരിറ്റി ത്രെഡ്. വാട്ടർമാർക്ക് എന്താണ്? ദൈവം അവനെ മരിച്ചവൾ ഉയർപ്പിച്ചു. ഈ രണ്ട് സാധനമുള്ള പ്രാർത്ഥനകളാണ് സത്യപ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയുടെ ഏറ്റവും ടോപ്പ് രൂപമാണ് ജപമാല. എനിക്കറിയാൻ പറ്റില്ല. ജപമാലയുടെ ആദ്യം മുതൽ അവസാനം വരെ നോക്കുമ്പോൾ ഈ സിസ്റ്റമാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ജപമാലയുടെ എല്ലാ പ്രാർത്ഥനകളിലും സെക്യൂരിറ്റി ത്രെഡുണ്ട്, കള്ളനോട്ടല്ല. നിങ്ങൾ രാവിലെ എഴുന്നേറ്റു, ഞാൻ എഴുന്നേറ്റു, കർത്താവേ ഞാൻ എഴുന്നേറ്റു, ഞാൻ നന്ദി പ്രഭാതം തന്നതിന് നന്ദി പറയണു, ഇത് 10,000 പേരൊക്കെ ഇന്ത്യയിൽ മരിച്ചിട്ടുണ്ട്, ഞാൻ മാത്രം മരിച്ചിട്ടില്ല, നന്ദി പറയും. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ഇതിനൊന്നും സെക്യൂരിറ്റി ത്രെഡില്ല. അതൊക്കെ ചുമ്മാ സാഹിത്യ അഭ്യാസങ്ങളാണ്. അപ്പോൾ ഇതുപോലെയുള്ള സ്വയം പ്രേരിത പ്രാർത്ഥനകളായാലും ശരി സെക്യൂരിറ്റി ത്രെഡ് വേണം അതിനകത്ത് യേശു കർത്താവാണ് എന്നുള്ള ബോധ്യം അത്തരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചു ഉയർപ്പിച്ചു എന്നുള്ളതിൻ്റെ നമ്മുടെ ഈ വാട്ടർമാർക്കുകൾ ഇപ്പോൾ സെക്യൂരിറ്റി ത്രെഡ് ഇല്ലെങ്കിലും യേശു കർത്താവാണെന്നുള്ള സെക്യൂരിറ്റി ത്രെഡ് ഇല്ലെങ്കിലും വാട്ടർമാർക്കുള്ള പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനങ്ങൾ. അപ്പം അതിൻ്റെ വ്യത്യാസം അതുപോലെ ഉണ്ട്. സങ്കീർത്തനങ്ങളിലേക്ക് യേശു കർത്താവാണെന്നുള്ളതിൻ്റെ ഷാഡോ അതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. നമ്മളത് പ്രാർത്ഥിച്ചെടുക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ മനസ്സിലാകും. പക്ഷേ ജപമാലയിലേക്ക് വരുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് മുഴുവനും, അതായത് 1-ാം രഹസ്യം തൊട്ട് 1-ാമത്തെ 5-ാമത്തെ രഹസ്യം വരെ മുഴുവനും സെക്യൂരിറ്റി ത്രെഡോടും വാട്ടർമാർക്കോടും കൂടിയാണ് എല്ലാം പോകും. അതായത് ക്രിസ്തുവിൻ്റെ ദിവ്യരഹസ്യം. ഇപ്പോൾ കർണക്കൊന്തൊക്കെ പോലും എന്താ? ക്രിസ്തുവിൻ്റെ പീഡാനുഭവമല്ലേ അത് പറയുന്നുള്ളൂ. ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ പീഡാനുഭവത്തിലല്ലല്ലോ സഭ നിൽക്കുന്നത്. സഭ നിൽക്കണ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിലല്ലേ, ബുദ്ധിബോധമില്ലേ? സഭ നിൽക്കണത് എന്തിനാണ്? നമ്മൾ സാക്ഷ്യം വഹിക്കണത് എന്തിനാണ്? ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലാണ്. അപ്പോൾ പുനരുദ്ധാനത്തിൻ്റെ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോഴും
ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് പുനരുദ്ധാനമാണ്. രക്ഷ പ്രാപിക്കുന്നതിന് പുനരുദ്ധാനമാണ് പ്രധാനപ്പെട്ട ഘടകം. ആ രക്ഷ പ്രാപിക്കണമെങ്കിൽ പുനരുദ്ധാന ഘടകം എന്താ? പ്രധാനപ്പെട്ട ഘടകം എന്താണ്? യേശുവിൻ്റെ പുനരുദ്ധാനത്താണ്. യേശുവിൻ്റെ പുനരുദ്ധാനത്തെ ഉൾപ്പെടെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും വരവോടും കൂടി സഭയുടെ ആത്മീയ ജീവിതം ഉൾപ്പെടെ കൈകാര്യം ചെയ്യണം ജപമാല. ഇതൊരു സമ്പൂർണ്ണമായ പ്രാർത്ഥനയാണ്. സമ്പൂർണ്ണമായ പ്രാർത്ഥന. വാട്ടർമാർക്കും സെക്യൂരിറ്റി ത്രെഡും. ഇപ്പോൾ 2000 നോട്ട് എഴുതുമ്പോൾ 17 സെക്യൂരിറ്റി ത്രെഡല്ല എൻ്റെ ഉള്ളത്. സെക്യൂരിറ്റി ആയിട്ടുള്ള കോഡ് കിടക്കണല്ലേ, അതുപോലെയുള്ള ഒരു കംപ്ലീറ്റ് പ്രെയർ ഫോമാണ് ജപമാല. ജപമാലയ്ക്കെതിരെ ചില സമയത്ത് ചില കാലങ്ങളിലെങ്കിലും ചിലപ്പോൾ കാര്യം ഈ സഭ നിലനിൽക്കുന്നതും വളരണതും ശക്തിപ്പെടുന്നതും പ്രശ്നങ്ങളെയും പരാധീനതകളും പ്രതിരോധിക്കണമെല്ലാം ജപമാല എന്ന സ്വർഗീയ യുദ്ധായുധം കൊണ്ടാണ്. യുദ്ധായുധത്തിൻ്റെ ഒടിക്കാൻ വേണ്ടി ചിലപ്പോൾ സഭയുടെ അഭിഷേകത്തിന് തന്നെ ദൈവം ഉപയോഗിച്ചിട്ടുള്ള കാലങ്ങളുണ്ട്. ഇനി അങ്ങനെ ഒരു കാലം വരാൻ പാടുന്നൊന്നുമില്ല. അതുകൊണ്ട് ബി വെയർ ഓഫ് ദാറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിജിലൻ്റ് ഉണ്ടാകണം. അപ്പോൾ ജപമാല റാലിയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല അഭിഷേകം കിട്ടാൻ വേണ്ടി ആദ്യമേ ഒരു അപകടങ്ങളുണ്ട്. ഒത്തിരി ആൾക്കാർ വന്ന് പങ്കെടുക്കണമാണ്. ഇടതുവശം ചേർന്നേ പോരാവും. റോഡിൽ ക്രോസ് ചെയ്യരുത്, ഒരു കാരണവശാലും ക്രോസ് ചെയ്യരുത്. അതുപോലെ തന്നെ ക്രോസ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ വണ്ടി സെറ്റ് ചെയ്ത് നിർത്തണം. അവനെ വണ്ടിക്കാരോട് പറയണം, വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് വരാവൂ, പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. ഇതൊരു വലിയ ഒരു ദൈവിക പദ്ധതിയാണ്. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ പോലെ എത്ര പേര് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. കാര്യം ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം പോലെ എൻ്റെ വീട്ടിലും നാട്ടിലും സഭയിലും പിന്നെ അച്ഛനെ കഴിഞ്ഞും ഒക്കെ എപ്പോഴും രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരും കുർബാനയിൽ പ്രാർത്ഥിക്കും. നമ്മുടെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ജനങ്ങളുടെ എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് പ്രാർത്ഥനയെ വിശ്വാസമുണ്ടോ ഇല്ലയെന്ന് അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല, നമുക്കില്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾക്ക് വിശ്വാസമുണ്ട്, അവരെ ദൈവം സംരക്ഷിക്കണം, അവരുടെ തീരുമാനം കറക്റ്റായിരിക്കണം. എനിക്കാണെങ്കിൽ ഈ കാലഘട്ടത്തെക്കുറിച്ച് ഭയങ്കരമായ ഒരു സന്തോഷമായുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടങ്ങളിലുള്ളത്. അപ്പം അതുകൊണ്ട് അത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരു ബോധ്യമാണ് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ തയ്യാറായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ ഒരു ജപമാല ചെല്ലുമ്പോൾ ജപമാല റാലിയുടെ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പിന്നെ രണ്ടാമത്തെ അറിയിപ്പ്, അച്ഛനെ കാണാൻ വരുന്ന ആൾക്കാരെ എപ്പോഴും ചെയ്യേണ്ട കാര്യം നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം. എപ്പോഴും ഞാൻ പറയണതാണ്. ഇവിടെ വന്നൊരു ഓഫീസിൽ നിങ്ങൾ ബുക്ക് ചെയ്താണെന്ന് ചോദിക്കത്തുള്ളൂ. 91 അതായത് 9447285400 വിളിച്ച് ബുക്ക് ചെയ്യും. അത് തന്നെ അച്ഛനുണ്ടോ എന്ന് തിരക്കണം. നാളെ ഇപ്പം നിങ്ങൾ വരണ ദിവസം അച്ഛനുണ്ടോ, അച്ഛനുണ്ടെങ്കിൽ തന്നെ ആൾക്കാരെ കാണുമോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ നിങ്ങളുടെ വിഷയം എന്താണ് അവർ ചോദിക്കും. വിഷയം സീരിയസ് ആയിരിക്കണം, മുമ്പിൽ ടൈം ഇല്ലാത്തതായിരിക്കണം, അർജൻസി ആയിരിക്കണം, അതുപോലെ തന്നെ എമർജൻസി ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ടൈമുള്ള ആൾക്കാരെയാണ് അച്ഛൻ കാണേണ്ടത്. കാര്യം ഉടമ്പടി പ്രകാരം ആരെയും കാണേണ്ട കാര്യമില്ല. കാര്യം ഉടമ്പടിയുടെ കാര്യം അമ്മയാണ് എല്ലാവരും കണ്ട് സാക്ഷ്യം പറയുന്നത്. 99% പേരും അമ്മ കൊടുത്ത അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി കൃപാസനത്തിൽ വരികയോ ആ ഉദ്ദേശത്തിൽ ഉടമ്പടി എടുക്കുകയോ ചെയ്യരുത്. നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. കാര്യം അത് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നില്ല, അതാണ് കാര്യം. പക്ഷേ നിങ്ങൾ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു അവസരം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉപദേശം കിട്ടാനാ, ഒരു പ്രാർത്ഥന തരാനാ, അത് ഫലിക്കാനാ എളുപ്പമായിരിക്കും. അപ്പം അതുകൊണ്ടാണ് എമർജൻസി. അതായത് നിങ്ങൾ ഡോക്യുമെൻ്റ് ഒരു ഓഫീസിൽ കാണിക്കണം. പരീക്ഷയാണെങ്കിൽ പരീക്ഷയുടെ കാണിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ ഉടമ്പടി വേറെ ആർക്കും കൊടുക്കരുത്, ദൈവത്തെ പറ്റിക്കരുത്. അച്ഛനെ കാണാൻ വേണ്ടി ചില ആളുകളുടെ ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരില്ലേ, അവിടെ ഉടമ്പടി പേപ്പർ ചിലപ്പോൾ അനിയത്തിയുടെ മക്കൾ ചേർത്തിയുടെ മക്കളൊക്കെ ആൻറ്റി ആ ഉടമ്പടി തരുമെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കരുത്. കാര്യത്തിന് ഇത് ഉടമ്പടിയിലുള്ളവരെയാണ് നമ്മൾ. കാര്യം അല്ലാതെ കൈ നനയാതെ മീൻ പിടിക്കാൻ വരുന്നത് കപടം പിടിച്ച ആൾക്കാരാണ്. അവരെ നമുക്ക് ഇവിടെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അവരോട് പറയണം, നിങ്ങൾ പോയി മര്യാദയ്ക്ക് ഉടമ്പടി എടുക്കാൻ പറയണം. കാര്യം ഉടമ്പടി എടുക്കുമ്പോൾ ചുമ്മാ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. ഉടമ്പടിയുടെ ജീവിതമുണ്ട്, ആ ഉടമ്പടിയുടെ ജീവിതം പാലിക്കണം. ഇവരതിനെ റെഡിയല്ല. ഇവർ നിങ്ങളെ ജാമ്യം വെച്ചിട്ട് അവർ അനുഗ്രഹം അടിച്ചു മാറ്റാൻ വരുന്ന ആൾക്കാരാണ്. ഉടമ്പടി എടുക്കാൻ വരുന്നവരെ എപ്പോഴും അതിൻ്റെ അകത്ത് നല്ല ശരിക്കുമുള്ള ഒരു നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. അത് ഈ നിങ്ങളോട് ചോദിക്കുന്നതോട് പറയണം, ഇത് നിങ്ങൾ പറയണ പോലെ കൊടുക്കണമല്ല. ഉടമ്പടി അങ്ങനെ നിങ്ങൾ ചീട്ട് വാങ്ങിച്ചാൽ അതിന്മേൽ എഴുതി വെക്കും, ഇത്ര നമ്പർ ചീട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ പിന്നെ നിങ്ങൾക്ക് 3 മാസം കഴിഞ്ഞ് നിങ്ങൾക്കൊരു എമർജൻസി ഉണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ. അച്ഛനെ കാണേണ്ട ആവശ്യമാണെങ്കിലേ, അച്ഛൻ കാണേണ്ട ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉടമ്പടി
മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ആൾത്താരയിൽ വരുമ്പോൾ ചീട്ടിൽ എഴുതിയിരിക്കുക. അവിടെ എമർജൻസി ആയിട്ടുള്ള വിഷയങ്ങൾ അവിടെ പറയുമ്പോൾ നിങ്ങളത് ചീട്ടിൽ എഴുതിക്കണം. ഇവിടെ വന്നിട്ട് ഇന്നലെ ഇവിടെ വന്നിട്ട് നിങ്ങൾ അവിടെ ഒരു കാര്യം എഴുതിയിട്ട് ഇവിടെ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയും. അവിടെ കാണുന്ന ആൾക്കാരല്ല ഇവിടെ വരണത്. ഇവിടെ ഒരു യാഥായായിട്ടാണ് ചീട്ടിൻ്റെ പുറകെ ആൾക്കാർ വരുന്നത്. അപ്പനും മക്കളും കുഞ്ഞുങ്ങളും ചിറ്റപ്പൻ്റെ മക്കളും ആൻറ്റിയുടെ മക്കളും ഒക്കെ എല്ലാം. അപ്പോൾ എല്ലാത്തിനും വായിച്ചു കളയും, നിർത്തത്തില്ല ഇവിടെ. കാര്യം അവർക്കൂടെ വരേണ്ട ആവശ്യമില്ല. ഉടമ്പടി ആരാണ് ഉടമ്പടി എടുത്ത് അവരോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവരാണ് വിശുദ്ധി ജീവിക്കുന്നത്, അവരാണ് കർത്താവിന് വേണ്ടി സാക്ഷ്യം ചെയ്യണത്. ഇതുമായിട്ടൊരു ബന്ധമില്ല. കുടുംബപ്രാർത്ഥന പോലും ഇല്ലാതെ കുടുംബപ്രാർത്ഥന സമയത്ത് പോലും വാട്സപ്പ് നോക്കിയിരിക്കുന്ന ആൾക്കാരെ ആൾക്കാരെ കൊണ്ടുവന്ന് എന്ത് കാണിക്കാനാണ്? ഒന്നും ചെയ്യാനില്ല. അങ്ങനെയൊക്കെ ഉള്ളവരെ കൊണ്ടുവരരുത്. അവരോട് നിങ്ങൾ പറയണം, പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുക, വിശുദ്ധീകരിക്കപ്പെടുക, സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുക, സുവിശേഷത്തിന് സാക്ഷ്യമായി ജീവിക്കുക. അപ്പം നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയണം. അത് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അല്ലാതെ അവരുടെ മുമ്പിൽ നിങ്ങൾ നല്ല പിള്ളേരാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിന് ഒറ്റി കൊടുക്കരുത്, ഉടമ്പടി ഒറ്റരുത്. അങ്ങനെ ഒത്തിരി പേര് ഉടമ്പടി ഒറ്റുന്നുണ്ട്. പക്ഷേ ഒറ്റിട്ട് കാര്യമില്ല. ഇവിടെ വരുമ്പോൾ ഞാൻ പാക്ക് ചെയ്യും. എനിക്ക് ഫ്രോഡ് കാണാൻ പറയാൻ പറ്റുമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ആ വിഷയം കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ എപ്പോൾ വരണമെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് രോഗികളെ കൊണ്ടുവരുന്നത് ഉച്ച കഴിഞ്ഞ് രോഗികളൊന്നും കൊണ്ടുവരരുത്. ചീട്ട് കിട്ടത്തില്ല. എന്താ കാര്യം? ചീട്ട് 2 മണിക്ക് തന്നെ രാവിലെ വന്ന് ഉടമ്പടി എടുക്കുന്നവരുടെ ചീട്ട് ഉച്ച കഴിഞ്ഞാൽ അവരെ അച്ഛനെ കാണുന്നത് രോഗികളാണെങ്കിൽ അവിടെ ചീട്ട് 2 മണിക്ക് കൊടുക്കും. ആ ചീട്ട് ഉടനെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 40 ചീട്ട് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ 6 മണിക്കാണ്, ചിലപ്പോൾ 5 മണിക്ക് 5:30 ഇവിടെ തീരണത്. അപ്പോൾ മൊത്തം ശുശ്രൂഷ 5:30 തീരും. കാര്യം സ്റ്റാഫ് രാവിലെ 6 മണിക്ക് വന്നതല്ലേ. അപ്പോൾ അവരവിടെ നിൽക്കുക, അവർക്ക് വീട്ടിൽ പോകണ്ടേ വീട്ടിലെ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴേ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് എണ്ണമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 650 ഉടമ്പടി കൊടുത്തപ്പോൾ സ്റ്റോപ്പ് ചെയ്ത്. ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു, ഭയങ്കര റാഷ് സംസാരമൊക്കെ ആയിരുന്നു. പക്ഷെ സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തന്നിട്ട് ആര് നിൽക്കും ഇവിടെ? 52 സ്റ്റാഫ് വേണം ഇത് റൺ ചെയ്യണമെങ്കിൽ. അവരെ നമുക്ക് എങ്ങനെ നിർത്താൻ പറ്റും? പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ ഓട്ടോറിക്ഷയ്ക്കൊക്കെയാണ് അവരെ വീട്ടിൽ പറഞ്ഞു വിടണത് എല്ലാ ദിവസവും. അപ്പം അത് നടക്കത്തില്ലല്ലോ അത്. അപ്പം അതുകൊണ്ട് വരാൻ ഉദ്ദേശിക്കുന്നവർ രാവിലെ വരുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു ടൈം കഴിയുമ്പോൾ ചീട്ട് ക്ലോസ് ആവും. നമുക്ക് അങ്ങനെ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. ഒരു ടൈം കഴിയുമ്പോൾ ചീട്ട് ക്ലോസ് ആവും. ചിലപ്പോൾ 12 മണിയാകുമ്പോൾ ചീട്ട് ക്ലോസ് ആവും. പിന്നെ വന്നിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം. രോഗികളുടെ കാര്യമാണ് ഞാൻ കൂടുതൽ പറയണത്. ചിലപ്പോൾ 2 മണിക്കും ചീട്ട് കൊടുക്കുമായിരിക്കും. ചില ദിവസങ്ങളിൽ ഇപ്പോൾ വ്യാഴാഴ്ചക്ക് ആൾ കുറവാണ്. പക്ഷേ മറ്റു ദിവസങ്ങളിലൊക്കെ ലീവ് കാലത്ത് പബ്ലിക് ഹോളിഡേയിൽ ഒരിക്കലും നിങ്ങൾ സീരിയസ് വിഷയമാണെങ്കിൽ വരാവൂ. നിങ്ങൾക്ക് വേറെ ദിവസം വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ ദിവസം. പബ്ലിക് ഹോളിഡേയിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ. ഇപ്പോൾ ഈ 3 ദിവസം പബ്ലിക് ഹോളിഡേ അല്ലേ. 700-600 ആൾക്കാരാണ് ഈ അലുവ വിലകിയിട്ടിരിക്കുന്ന ഒരു ആൾക്കാർ നിൽക്കണം. അങ്ങനെയൊക്കെ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. സമാധാനത്തിൽ എടുക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. അതും ശ്രദ്ധിക്കണം. എമർജൻസി ഉള്ളവർ രാവിലെ വരാൻ നോക്കണം, രോഗികളെ കൊണ്ടുവരുന്നവർ പ്രത്യേകിച്ച്. പിന്നെ അച്ഛനെ കാണാൻ ഉദ്ദേശിക്കണം നിർബന്ധമാണെങ്കിൽ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യണം.